ഹെഡ്മീൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അച്ചാറിൽ നിന്ന് ഒരച്ചാർ കേട്ടല്ലേ, ഇതൊരു അച്ചാറാണ്. അതിൽ നിന്ന് ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതായത് നെല്ലിക്ക വെള്ളക്കിട്ടത്, വെള്ളക്കിട്ട അച്ചാർ എന്നും പറയാം, വെള്ളക്കിട്ട എങ്ങനെയും പറയാം. അപ്പൊ അതിന്റെ എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് തിരികിരാന്ന് നമുക്കൊന്ന് അരിക്കാം. ചെറുതായിട്ടങ്ങ് അരിക്കണം. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുക. ജോസി ചോറൊക്കെ പറയണേ, ചില വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ജോസിന്റെ സൗണ്ട് ഒട്ടും കേൾക്കൂല. ഇതിപ്പം ഇതാണ്ട് ഇച്ചിരി വലുതായിട്ടോ. ഞാനാണ് നെല്ലിക്കയുടെ ചമ്മന്തി ചുവ ഉണ്ടാക്കും, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി വലുതാക്കി, ഇച്ചിരി കൂടി ചെറുതാക്കി, ഒത്തിരി വലുതാകും. അങ്ങനെ ചെറുതാക്കി ആണ്ടേ. ഇത് കൈയും കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം, മിക്സിയിലൊന്നും അല്ല. ആണ്ടേ ഇങ്ങനെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് തിന്നോണ്ടിരിക്കും. കാരണം ഉപ്പിലിട്ട ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ആർക്കും ഉണ്ടാക്കാം, ഇന്ന് തന്നെ ഉണ്ടാക്കാം. എരി വേണ്ടിയവർക്ക് പച്ചമുളക് ഇട്ടോണം, ഞങ്ങൾ പച്ചമുളക് ഇടുന്നില്ല. അതിന്റെ കൂടെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി 2-3 ചതച്ചിടാമോ. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാമോ. ഇവിടെ ഇപ്പോൾ 3 നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. അതിന് കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 2 കൊച്ചുള്ളി. ഇതിപ്പം കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാ, ഒരു കുഞ്ഞു കഷ്ണം സവാളയാണ് എടുത്തേക്കുന്നത്. 3 നെല്ലിക്ക. ഇതിന് വളരെ എളുപ്പമായത്. ഇതിനകത്ത് ഇനി വേണ്ടിയത് ഒരു ഇച്ചിരി വേണ്ടേ വെളിച്ചെണ്ണ, ഒരു ശകലം വെളിച്ചെണ്ണ വേണ്ടേ, ഇത്രയും മതി. അടുത്ത ഒരു വേണ്ടേ ഒരു നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇതിപ്പോ 1 സ്പൂൺ വേണോ? 1 സ്പൂൺ ഉണ്ട്. 1 സ്പൂൺ, 1/4 ടീസ്പൂൺ, 1/4 സ്പൂൺ മുളക് പൊടി. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നെല്ലിക്കയിൽ ഒരുപാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട, ഒരു ശകലം ഇട്ടാൽ മതി. ഒരു ശകല ഉപ്പ്. ഇതെൻ്റെ വെറൈറ്റി നെല്ലിക്ക അച്ചാർ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, കൊതിയോറും തിന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത് ഇച്ചിരി ഒന്ന് ചതക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് ചതയ്ക്കാവും, മിക്സിയിലിട്ട് ചതക്കരുത്. ചതച്ച ചമ്മന്തിയായി പോവും. പാത്രത്തിലെങ്ങാനും ഇട്ട് എന്തെങ്കിലും കൊണ്ട് ഇടിക്കോ, അരകല്ലേ വെച്ച് ചതയ്ക്കോ, അങ്ങനെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമന്റ്സ് അതിനകത്ത് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റുള്ള ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് എത്തിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് വളരെ നന്നായിരുന്നു. അതിന്റെ കമന്റ്സ് ഒക്കെ വായിക്കാൻ രസമുണ്ടായിരുന്നു. അപ്പം തുടർന്നും നിങ്ങളുടെ സഹകരണമാണ് ഏറ്റവും വലിയ സഹകരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ സഹകരണമാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് കണ്ടെങ്കിലേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റും കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതും അറിയത്തുള്ളൂ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാന്വേഷണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു.